കുറച്ചുമുമ്പേ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും. പക്ഷെ അതിലും കത്രിയ ഒരു വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിന്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയാണ് അവിടെയാന്ന് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഏത് വലിയ തിരുത്തലുകളും ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക, അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രിയ വീഴുമ്പോൾ അത് ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് അവര് തന്നെ വിളിച്ചു പറയും പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഫീൽ ചെയ്യുന്നു. ഇല്ല അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. ഇത് ചർച്ച ചെയ്ത് പറഞ്ഞല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവണം. ബസൂക്ക കുറിച്ച് പറഞ്ഞിട്ട് അല്ല, ഇത് ഒന്നും ആയിട്ടില്ല. പടം ഇന്നലെ പൂജ കഴിഞ്ഞു അല്ലേ? ഇല്ല. ബുദ്ധിമാനാണ്. ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിലൊരു സംഭവം പറയുന്നത്. ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് സത്യവാദത്തിന്റെ കഥാപാത്രത്തിനോട് നമുക്ക് അങ്ങനെ ആ ഒരു കഥ മനസ്സിലാവും. പക്ഷേ ഈ അശ്വൻ ഗോപിന്റെ ആ റിവ്യൂ പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോയിട്ട് മനസ്സിലായത്. പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുഴുവൻ ആൾക്കാർ കണക്കായില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട കുഴപ്പമാണെന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് ഇവരെ ഒരു യാത്രക്കാരുടെ കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറിനോട് നമുക്ക് ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി കഥ പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്. അതെനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണമെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്ര കൊടുക്കേണ്ട പ്രാധാന്യം അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇല്ലല്ല, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റായിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. അത് ഞാൻ കേട്ടാറ് ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ എന്ന് വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്കതില് അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോ എന്ന് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, ഫോൺ കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അതങ്ങനെ ചെയ്തത്. ഇതാ പറയുന്നത്, സിനിമയ്ക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മൾ വെറുതെ ചെയ്യണതല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും
പക്ഷേ ഇത് വേറൊരു കാര്യം പറഞ്ഞാൽ ഇത് ഇവരുടെയും വയറ്റുപഴപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഇവരുടെയും അല്ല ചെയ്യുന്ന ആളുകളുടെയൊക്കെ. അപ്പം അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോൾ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ രണ്ടു മൂന്ന് തകടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ ഇപ്പൊ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, ഒരു മനുഷ്യന്റെ വാല്യൂ. ഇപ്പൊ ഒരാളെൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയില്ല. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല. ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ, പെരേര, കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് ഒരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനിനകത്ത് അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടു പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്നോ അതെന്താ എങ്ങനെയാണോ തോന്നുന്നത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ല, പ്രൊഡ്യൂസർ അസോസിയേഷൻ മറ്റുള്ളവർ നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് ആണ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നില്ല, എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്ന് വെച്ച് ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു.